കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ കല്യാശ്ശേരിയിൽ വീട്ടിലെ വോട്ട് രേഖപ്പെടുത്തിയതിൽ വീഴ്ചയുണ്ടായ സംഭവത്തോടെ ജില്ലയിൽ കള്ളവോട്ട് തടയാനുള്ള നടപടികൾ കർശനമാക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി. ഇവിഎം കമ്മീഷനിംഗ് സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷഫീഖ് നസ്രുള്ളയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷഫീഖ്, ഇന്നലെ നമ്മൾ ദൃശ്യങ്ങൾ സഹിതം കണ്ടതാണ്. 92-കാരിയായ ഒരു ആളുടെ വോട്ട് CPM പ്രവർത്തകനായ ഗണേശൻ വന്ന് ചെയ്തു പോകുന്നത്. അതിൽ നിയമ നടപടി അപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം സ്വീകരിച്ചിട്ടുമുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കർശനമായ പരിശോധനകൾ ഉണ്ടാകുമെന്നതടക്കം, ഒപ്പം തന്നെ EVM-നെതിരെ തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദേശം പ്രചരിപ്പിച്ചാൽ നടപടി ഉണ്ടാകുമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണോ ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകുന്നത്? കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ EVM കമ്മീഷനുമായി ബന്ധപ്പെട്ട് അധിക വോട്ട് താമരയ്ക്ക് ലഭിച്ചിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു ശബ്ദ സന്ദേശം പ്രചരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സ്വഭാവത്തെ, അതിൻ്റെ രഹസ്യ സ്വഭാവത്തെ അട്ടിമറി സാധ്യതയുള്ള സ്വഭാവത്തിൽ EVM മെഷീൻ ആകെ കുഴപ്പത്തിലാണ് എന്ന സ്വഭാവത്തിലുള്ള സന്ദേശമാണ് പ്രചരിക്കുന്നത്. അത്തരം ശബ്ദ സന്ദേശങ്ങൾ, അത്തരം സന്ദേശങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള സന്ദേശങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൻ്റെ പരിശോധന, ശാസ്ത്രീയ പരിശോധനയടക്കം നടത്തിയ അത്തരം ശബ്ദ സന്ദേശങ്ങൾ എവിടെ നിന്നാണ് വന്നത് എന്നതടക്കമുള്ള പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം വീട്ടിലെ വോട്ട് തുടരേണ്ടത്. അത്തരം രഹസ്യ സ്വഭാവം ഇല്ലാത്ത രൂപത്തിൽ ഒരു ഘട്ടത്തിലും ഈ വീട്ടിലെ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. മറ്റൊരാൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. നമ്മൾ കണ്ടതാണ് കല്യാശ്ശേരിയിലെ 92-കാരിയുടെ വോട്ട് CPM ബ്രാഞ്ച് ഏജൻറ്റ് ചെയ്യുന്ന പരസ്യമായി ആ വോട്ട് രേഖപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിൽ കള്ളവോട്ട് നടന്നത്. ആ ഉദ്യോഗസ്ഥർക്കെതിരെ, 5 ഉദ്യോഗസ്ഥർക്കെതിരെ അന്ന് തന്നെ നടപടി സ്വീകരിച്ചിരുന്നു. ഇതിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് 8 പേർക്കെതിരെയാണ് കേസ് എടുത്തിരിക്കുന്നത്. CPM ഏജൻ്റ് അടക്കം 1-ാം പ്രതിയായിട്ടുള്ള കേസാണ് എടുത്തത്. ഈ സ്വഭാവത്തിൽ ഉദ്യോഗസ്ഥന്മാർ പരിശീലനത്തിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇന്നും നാളെയുമായി പരിശീലനം നടക്കുന്നുണ്ട്. ഇതിൽ പരിശീലനത്തിൽ പൂർണ്ണമായും പങ്കെടുക്കണം. ഈ സ്വഭാവത്തിൽ കള്ളവോട്ട് തടയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള കർശന നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ നൽകിയത്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി എടുക്കും എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച 5 പോളിംഗ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ അവരെ സസ്പെൻഡ് ചെയ്തതിന് പുറമെ അവർക്ക് വകുപ്പ് തല നടപടി എടുക്കുന്നതിനാവശ്യമായ ശുപാർശയും ചെയ്തിട്ടുണ്ട്. ശരി, ഷഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.